ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാകും. ചില ദിവസങ്ങൾ ലാഭമാണ്, എന്നാൽ ചില ദിവസം ഓർക്കാപ്പുറത്ത് പല നഷ്ടങ്ങളും വരും. ചില ദിവസം നമുക്ക് വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും, എന്നാൽ നേരെ മറിച്ച് വേറെ ചില ദിവസം വളരെ നിരാശയും പ്രയാസവും ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ദിവസങ്ങളുമാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എങ്ങനെ നേട്ടകരമായ ഒരു ജീവിതം ചെയ്യുവാൻ കഴിയും, പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ലാഭകരമായ ദിവസങ്ങൾ എങ്ങനെ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു. അത് വളരെ ആദായകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും പൗലോസ് അത് സഭയോട് വ്യക്തമായി പറയുന്നു. എനിക്ക് എല്ലാത്തിലും കർത്തവ്യമുണ്ടെങ്കിലും എല്ലാ കർത്തവ്യങ്ങളും എനിക്ക് ലാഭകരമല്ല, എനിക്ക് അനുഗ്രഹമല്ല, എനിക്ക് ആത്മീക വർധന തരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ തന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, താൻ ഒരു യഹൂദൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ചതായ ഒരു ശാസ്ത്രീയ പണ്ഡിതൻ, ഒരു വേദ പണ്ഡിതനാണ്. സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട സാമ്പത്തിക നിലവാരം പുലർത്തുന്ന ഒരു കുടുംബത്തിൽ, ഒരു ഉന്നത നിലവാരത്തിൽ കുടുംബത്തിൽ പിറന്നവൻ. എല്ലായിടത്തും താൻ എവിടെ പോയിരുന്നാലും അധികാരിയുടെ മുൻപിൽ നല്ല നല്ല സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ കൊരിന്ത്യ സഭയോടൊരു കാര്യം പറയുകയാണ്, എനിക്കെല്ലാറ്റിനും കർത്തവ്യമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, അവകാശങ്ങളുണ്ട്, യോഗ്യതകളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും എല്ലാ യോഗ്യതകളും അധികാരങ്ങളും കർത്തവ്യങ്ങളും എനിക്ക് ആത്മീക വർധന വരുത്തുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ആത്മീക വർധനവും ലാഭവും തരുന്നതെന്ത്, നഷ്ടം തരുന്നതെന്ത് എന്ന് മനുഷ്യൻ കണ്ടുപിടിക്കാൻ പ്രാപ്തിയുള്ളപ്പോഴാണ് അവനൊരു അനുഗ്രഹിക്കപ്പെട്ട ശോഭനമേറിയ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ചെയ്യുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു അതിനുള്ള ഒരു ഉദാഹരണം നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ രംഗത്തിൽ താൻ നമുക്ക് കാണിച്ചു തരികയുണ്ടായി. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹൂദന്മാരിൽ പരീശന്മാരും പുരോഹിതന്മാരുമായിട്ടുള്ള പലരും ചേർന്നുകൊണ്ട് യേശുവിനെ നശിപ്പിക്കുവാൻ കൂടിയാലോചന നടത്തി. ഇവൻ അനേകം ഇടങ്ങളിൽ നന്മകൾ ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ഒക്കെ ദേശത്ത് ചെയ്യുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ നശിപ്പിക്കണം. എന്നാൽ 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അത് അറിഞ്ഞപ്പോൾ അവിടം വിട്ടുപോയി. സ്തോത്രം. അത്രയേ ഉള്ളൂ കാര്യം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി തന്നെ ഈ ഭൂമിയിൽ അധികാരത്തോടും അവകാശങ്ങളോടും തന്റെ നാമത്തിൽ എന്ത് കൽപ്പിച്ചാലും അപേക്ഷിച്ചെന്നാലും അത് ചെയ്യുവാൻ തക്ക അധികാരപത്രം യേശുവിന്റെ കയ്യിലുണ്ട്. ഈ ഭൂമിയിൽ എന്തും നടമാറ്റുവാൻ കർത്താവിനാൽ കഴിയും. അങ്ങനെ സർവശക്തിയുടെയും അധികാരത്തിന്റെ ഒരു ചെങ്കോൾ തന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ നശിപ്പിക്കുവാൻ നോക്കിയ ചില പരീശന്മാരുടെ മുമ്പിൽ നിന്ന് യേശു അവിടം വിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? കർത്താവിനറിയാം, അവിടെ നിന്നാൽ അവരോട് മല്ലടിച്ചും കൊണ്ടിരുന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരും. തന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ കഴിയില്ല. അതിന് കോട്ടം വരും, അപമാനം വരും, തെറ്റും ശരിയും പറയുന്നവരുണ്ടായിരിക്കാം. തൻ്റെ പക്ഷത്തും മറുപക്ഷത്തും നിൽക്കുന്നവരെ പല ആൾക്കാരെ തനിക്ക് കാണുവാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെങ്കിൽ കർത്താവ് അതറിഞ്ഞുകൊണ്ട് അവിടം വിട്ടു മാറി. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവിടം വിട്ടു മാറിയപ്പോൾ തൻ്റെ കൂടെ ആരും നിന്നില്ലേ? ഇവൻ ഇതാ ഭയപ്പെട്ടു പോകുന്നെന്ന് അവനെ ആക്ഷേപിച്ചോ, പരിഹസിച്ചോ? ഇല്ല. യേശു പോയിടത്തേക്ക് ജനങ്ങളും അവന്റെ പുറകെ അനുധാപനം ചെയ്തു. അവരിലെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. പരിഹാസങ്ങളും നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിനും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതുമായ പല കുബുദ്ധികളും നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കും. എന്നാൽ നാം അതറിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെങ്കിൽ അധികാരങ്ങളും അവകാശങ്ങളും പല പല കഴിവുകളും നമുക്ക് ഉണ്ടായിരിക്കാം അതിനെയൊക്കെ നേരിടുവാൻ.
പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് തരുന്നത് നിന്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന്, നിനക്ക് സമാധാനം കൊണ്ടുവരേണ്ടതിന്, നിന്റെ ഭവനത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കേണ്ടതിന് നീ അതിനെയൊക്കെ ഒഴിഞ്ഞു മാറണം. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ദൈവം ആ വിഷയത്തിൽ തന്റെ അധികാരം ചെലുത്തി ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നിടം വരെയും നീ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥത കൊണ്ടുവരും, അസമാധാനം കൊണ്ടുവരും, അശാന്തി കൊണ്ടുവരും, രോഗം കൊണ്ടുവരും, എപ്പോഴും നമ്മുടെ മനോവേദനകൾ കൊണ്ടുവരും, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തും, ഭവനത്തിലേക്ക് അതിന് നമ്മുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിനിടയായിത്തീരും. അനിഷ്ടങ്ങളെ ഒഴിഞ്ഞു മാറുവാൻ ഒരു മനുഷ്യൻ പ്രാപ്തിയാകുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുമ്പോൾ, അവനാണ് ദൈവസന്നിധിയിൽ ഒരു നല്ല ജീവിതം, സമാധാനമുള്ള ജീവിതം ചെയ്യുവാൻ സാധിക്കുന്നത്. അധികാരങ്ങൾ പലതുണ്ട്, കർത്തവ്യങ്ങൾ പലതുണ്ട്, പലത് ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട്, പലത് പറയുവാൻ നമുക്ക് അവകാശങ്ങളുണ്ട്, ചില സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അറിയണം, നമ്മളെ നശിപ്പിക്കുവാൻ ഒരു കൂട്ടർ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ പിന്നിൽ കുശുകുശുക്കുന്നുണ്ട്, അതിന്റെ പിന്നിൽ കൂടിയാലോചന നടത്തുന്നുണ്ട്. എന്നാൽ ദൈവം നിനക്ക് തരുന്ന ജ്ഞാനം, ദൈവം നിന്നോട് സംസാരിക്കുന്നത് എല്ലാ കർത്തവ്യങ്ങളും നിനക്ക് പ്രോഫിറ്റബിൾ അല്ല, നിനക്ക് ലോസസിനെ കൊണ്ടുവരും, അസമാധാനം കൊണ്ടുവരും, അസ്വസ്ഥതകൾ കൊണ്ടുവരും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അസ്വസ്ഥതയുണ്ടാക്കും, നിന്റെ ഭവനത്തിൽ ഛിദ്രങ്ങൾ ഉണ്ടാക്കും, നിന്റെ പ്രാർത്ഥന അവിടെ നഷ്ടപ്പെട്ടു പോകും. നിനക്ക് ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനും ഏകാഗ്രതയോടെ നിലവിളിക്കുവാനും നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിനക്ക് പോരാടി പ്രാർത്ഥിക്കുവാനുമുള്ളതായ സമാധാനം നഷ്ടപ്പെട്ടു പോകും. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഛേദം വരും, അത് നഷ്ടപ്പെട്ടു പോകും. ഭവനത്തിലെ സന്തോഷം, സംഗീതവും നിന്നുപോകും. അവിടെ ലഹളകൾ ഉണ്ടാകും, ഇടർച്ച ഉണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിനക്കെതിരായി വരുന്നതായ തരംഗങ്ങളെ നീ അതിനെ മറന്നുകൊണ്ട് അവിടം വിട്ടു മാറണം. സകലതും നിനക്ക് പ്രോഫിറ്റബിൾ അല്ല, സകലതും നിനക്ക് ആത്മീക വർധന വരുത്തുന്നതല്ല. ഇതിനെ ഏതാണ് എനിക്ക് ആത്മീക വർധന വരുത്തുന്നത്, ഏതാണ് എനിക്ക് നഷ്ടം വരുത്തുന്നത്, ഏതാണ് എനിക്ക് അപമാനം വരുത്തുന്നത് എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൽ നിന്നൊരു ജ്ഞാനം നാം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, അതിനെ തിരിച്ചറിവ് പ്രാപിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് അങ്ങനെ ചെയ്യണം, അങ്ങനെ സാധിക്കണമെങ്കിൽ കർത്താവ് കാണിച്ച മാതൃകയാണ് വലുത്. എന്താണെന്നറിയാമോ? യേശു അവിടം വിട്ട് മാറി. എങ്ങനെ? എതിർച്ചയാ മാറിയതല്ല, അത് അറിഞ്ഞും കൊണ്ട് 15-ാം വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടു മാറി. നിനക്കെതിരായി വരുന്നതായ ഉപദ്രവങ്ങളെ അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള കൃപ ഈ നാളുകളിൽ, അഭിഷേകം ദൈവം തരുന്നില്ലെങ്കിൽ നമുക്കത് മാനുഷികമായി ചെയ്യുവാൻ കഴിയില്ല. മാനുഷികമായി നമുക്ക് പല ഒരു മാനസിക അവസ്ഥകളുമുണ്ട്. എന്നാൽ ദൈവജ്ഞാനം അതിൽ കടന്നു വരുമ്പോൾ, അഭിഷേകം കടന്നു വരുമ്പോൾ അതിലൊക്കെയും ജയം നൽകി പരിജ്ഞാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടും. ഈ കൃപയാൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദൈവം ഈ നാളുകളിൽ നിറയ്ക്കുകയും സമാധാനത്താൽ നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നല്ലൊരു ഹൃദയവും ഏകാഗ്രതയുമുള്ളതായ ഒരു വിശ്വാസവും നമുക്ക് ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.